അരുൺ കൂടി ചേർന്നുണ്ട്. അരുൺ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തെ ചൊല്ലി നടക്കുന്നത്. കോൺഗ്രസും BJPയും ഇതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് അനീഷ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് താങ്ങാനാവാത്തൊരു ഭാരമാണ് സംസ്ഥാനത്തെ ഈ BLOമാർ എന്ന പേരിൽ നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മേൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെതിരെ ഏത് രീതിയിൽ പ്രതിഷേധിക്കാനാണ് ഈ സർവീസ് സംഘടനകളൊക്കെ ആലോചിക്കുന്നത്? എന്താണ് അവരുടെ നിലപാട്? ഇന്ന് അവർ പൂർണ്ണമായും ഈ ജോലി ബഹിഷ്കരിച്ച് ജോലിയിൽ വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അധിക ജോലിയാണ്, ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കുന്നു. വലിയ ശകാരം ഉന്നത ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കണക്ക് തികയ്ക്കാനുള്ള ഓരോ ദിവസവും ടാർഗറ്റ് നിശ്ചയിച്ചാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യസാധ്യമല്ലാത്തതാണ്. പലർക്കും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളൊന്നും അറിയാത്ത ആളുകളാണ്. നേരത്തെ ഈ അംഗൻവാടി ജീവനക്കാരെയും അതുപോലെ ആശാ വർക്കർമാരെയും ഒക്കെയാണ് ഈ ജോലിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അതല്ല, സർക്കാർ ജീവനക്കാരൻ മതി എന്നൊരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ആണ് ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പലരും ഈ തീരെ പരിചയമില്ലാത്ത സ്ഥലത്തെ ഉദ്യോഗസ്ഥർ വട്ടം തിരിയുന്ന സാഹചര്യമാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് പൊതുവിൽ ഇവർക്കൊരു സഹായവുമായി എത്തുന്നത്. ചിലയിടങ്ങളിലൊക്കെ ഈ പള്ളികളിൽ നിന്ന് ആളെ വിളിച്ചുകൂട്ടി അവിടെ പ്രത്യേക സൗകര്യം ചെയ്തു കൊടുത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും കുടുംബാംഗങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പല വനിതാ ജീവനക്കാരും ഈ ജോലി ചെയ്യുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അതേസമയം ഈ ജോലി പൂർത്തിയാക്കാതെ നിൽക്കാനുമാകില്ല. ജോലി രാജിവെക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സർക്കാർ ജീവനക്കാർ തന്നെ പല പ്രശ്നങ്ങളുണ്ട് ഈ വിഷയത്തിൽ. അത് ആ ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് എത്തി നിൽക്കുന്നത്. ഒരു കാരണവശാലും ഇനി ഒരു പ്രതിഷേധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധം. സമയത്ത് ജോയിന്റ് കൗൺസിലിന്റെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. ഉച്ചയ്ക്ക് അവർ സിഇഒയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുമുണ്ട്. കഴിയുന്ന ജോലി മാത്രമേ നൽകുന്നുള്ളൂ, ജീവനക്കാർക്കൊപ്പമാണ് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നിലപാട്. പക്ഷേ വസ്തുത അതല്ല. പലരും അതിരാവിലെ പോലും ഈ സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. പാതിരാത്രിയായാലും വീട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ വന്നാൽ പോലും ഈ ആളുകളെ കണ്ടെത്തുക എളുപ്പമുള്ള കാര്യമില്ല. 2002 പട്ടികയാണ്. പലരും വീട് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാൻ കഴിയില്ല. ഈ ഒരു എന്യൂമറേഷൻ ഫോം ഉണ്ട്. ആ ഫോം QR കോഡ് സ്കാൻ ചെയ്ത ഫോമാണ്. ആ ഫോം നഷ്ടപ്പെട്ടാൽ അതിനുകൂടി ഇവർ ഉത്തരം പറയേണ്ടി വരും. നിരവധി മെമ്മോ വാങ്ങിച്ച ഉദ്യോഗസ്ഥരെ നമുക്ക് നേരിട്ടറിയാവുന്നതുമാണ്. പലർക്കും അവരുടേതല്ലാത്ത കുറ്റത്തിന് പോലും മെമ്മോ കിട്ടുന്ന സാഹചര്യമുണ്ട്. മനുഷ്യസാധ്യമല്ലാത്ത ജോലികൾ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. ആരോപണത്തിനപ്പുറത്തേക്ക് ഒരു പരിധി അത് സത്യവുമാണ്. ഇതിനിടയിൽ കൂടിയാണ് പലർക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജോലികളും ചെയ്യേണ്ട വരുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. അതെല്ലാം തന്നെ ഉദ്യോഗസ്ഥരെ, അത് ഒരുപക്ഷെ താഴെത്തല ഉദ്യോഗസ്ഥർ മാത്രമല്ല, ജില്ലാ കളക്ടർമാർ മുതൽ അത്തരം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ശ്രീജ, ഇതിപ്പോൾ അനീഷിന്റെ കാര്യത്തിൽ 3 തവണ അനീഷ് ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചിരുന്നു എന്ന തരത്തിലൊക്കെയാണ് അരുൺ വിവരങ്ങൾ വരുന്നത്. പക്ഷേ അങ്ങനെ ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താനുള്ളൊരു ഓപ്ഷൻ അവിടെ നിലവിലുണ്ടോ? ആർക്കെങ്കിലും ഇത് പറ്റില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? നിലവിൽ ഇവർക്ക് ഈ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ അംഗൻവാടി ആശാ വർക്കർമാരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ പ്രദേശത്തെ പറ്റി ധാരണയുണ്ട്. ഇതിപ്പോൾ അറിയുന്നവരെ, ഇപ്പൊ അനീഷിന്റെ സുഹൃത്തുക്കൾ 2 ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഇതെങ്ങനെയെങ്കിലും ഒന്ന്. പക്ഷെ അപ്പം നിർബന്ധം വീട്ടിൽ നേരിട്ട് പോകേണ്ടതുണ്ട്, നേരിട്ട് ഫോം കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ പ്രായോഗികമല്ലാത്ത ഈ നിർദ്ദേശങ്ങൾക്കെതിരെ ഈ സർവീസ് സംഘടനകൾ ഇനി ഒരു നെക്സ്റ്റ് മൂവ് എന്ന നിലയ്ക്ക് അവർ എന്ത് ചെയ്യും? അതാണ് അറിയേണ്ടത്. അത്ര എളുപ്പമല്ല. അവർക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ജോലി തന്നെയാണ്. വിട്ടുനിൽക്കുന്നത് വലിയ ഉത്തരവാദിത്തങ്ങളുള്ള പിന്മാറ്റമായും അത് അവരുടെ സർവീസിനെയൊക്കെ ബാധിക്കുന്ന വിഷയമായും ഒക്കെ മാറുന്നുണ്ട്. പല മെമ്മോ കൈപ്പറ്റിയ ചില ഉദ്യോഗസ്ഥരെ നമുക്കറിയാം. അത് ഒരുപക്ഷെ അവരുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ടാണ് ഈ ചെയ്തു തീർക്കാൻ പറ്റുന്ന ജോലികൾക്ക് അപ്പുറത്തേക്ക് അവരെ തേടിയെത്തുകയാണ്. പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു സഹായമായി എത്തുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പള്ളി കമ്മിറ്റികളും ഒക്കെയാണ്. ഈ പലർക്കും ഈ വോട്ടർ പട്ടികയിൽ പേര് ഒഴിവായി പോകുമ്പോൾ ആശങ്കകളുള്ളതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ കൂട്ടത്തോടുകൂടി അനീഷിന്റെ സുഹൃത്തുക്കൾ ചെയ്യുന്ന പോലെ പലയിടത്തും ക്യാമ്പൊക്കെ ഏർപ്പെടുത്തിയാണ് ഈ എന്യൂമറേഷൻ ഇപ്പോൾ നടക്കുന്നത്. ഇനിയും ദിവസമുണ്ടെങ്കിൽ പോലും ഇന്നലെ കൊണ്ട് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് തീർക്കണമെന്നൊരു കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. പലരെയും വാട്സാപ്പിലൂടെയും മറ്റും ശകാരിക്കുന്നതിനുള്ള സന്ദേശങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പ്രശ്നവുമില്ല, എല്ലാം വളരെ കൃത്യമായി പോകുന്നു എന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പക്ഷെ അതിൽ അത്രത്തോളം വിശ്വസിക്കാവുന്ന കാര്യമല്ല. കാരണം വളരെയധികം സമ്മർദ്ദത്തിലാണ് ഉദ്യോഗസ്ഥർ.
എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൂടുതൽ അവർക്ക് സാവകാശം നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുന്നത് പക്ഷേ അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പക്ഷെ ഉദ്യോഗസ്ഥർ കടുത്ത സമ്മർദ്ദത്തിലാണ്. അത് ഇപ്പോൾ ഒരു ആത്മഹത്യ ഉണ്ടായി എന്നത് ആശ്വസിക്കാൻ, കാരണം ഒറ്റ ആത്മഹത്യ മാത്രമേ ഉണ്ടായെന്ന് ആശ്വസിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരുപാടുണ്ട്. നേതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പലരും ആത്മഹത്യ വക്കീലാണ് അല്ലെങ്കിൽ ജോലികളെ സർക്കാർ ജോലിയാണെന്ന് പോലും വകവയ്ക്കാതെ കളഞ്ഞിട്ട് പോകാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രതിനിധികളെയും നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. ശരി, ജോയിന്റ് കൗൺസിൽ കൺവീനർ ശ്രീ KP ഗോപകുമാർ നമുക്ക് ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗോപകുമാർ, അല്പസമയത്തിനകം നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നറിയാം. ഇതിപ്പോൾ സംസ്ഥാനത്ത് ഒരുപാട് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർ ഒരു 12,000 രൂപയൊക്കെ അധികം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാവാത്ത രീതിയിൽ ദുഷ്കരമായ ഒരു കാര്യം. അതെങ്ങനെയെങ്കിലും അവർ ചെയ്ത് തീർത്തേനെ ഒരു പക്ഷേ സമയം കിട്ടിയാൽ. പക്ഷേ ഇത് ഒരു മാസം സമയമിരിക്കെ തന്നെ ഇന്ന് തീർക്കണം, ഇപ്പോൾ തീർക്കണം, അല്ലെങ്കിൽ നിങ്ങൾ റെഡ് സോണിലാവും, റെഡ് ലൈറ്റിലാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതിനൊപ്പം ചില ഭാഗങ്ങളിൽ ഈ വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും. ഇത് എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിൻ്റെ ഒരു ഇരയാവാം അനീഷ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത് ഒരുപാട് പേരുടെ പ്രശ്നമാണല്ലോ. ഒരു സർവീസ് സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഇതിൽ? അല്ല, അത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്നിപ്പോ സംസ്ഥാന വ്യാപകമായി BLAമാർ മറ്റ് നിർവാഹമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിക്കാനും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസുകളിലേക്കും ജില്ലാ ഇലക്ടറൽ ഓഫീസുകളിലേക്കും ജില്ലാ കളക്ടർമാരാണ് അവിടത്തേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമായ ഒരവസ്ഥ ഈ BLOമാരെ അമിതമായ ജോലിഭാരത്തിന് അടിച്ചേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു കണ്ടപ്പോ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാസ്തവവിരുദ്ധമായ കണക്കുകളാണ് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ പ്രകാരമുള്ള ഫോം വീടുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ദിവസം ഈ അനീഷ് ജോർജിന്റെ അടക്കം ആത്മഹത്യയിലേക്ക് നയിച്ചത് വീടുകളിൽ കൊണ്ടുപോയി ഈ ഫോം വിതരണം ചെയ്ത് പൂർത്തിയാക്കി അതിന്റെ ഫോം അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മാനസികമായ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് അനീഷ് ജോർജ് ആത്മഹത്യയിലേക്ക് പോയത്. കേരളത്തിലെ BLOമാരായി ജോലി ചെയ്യുന്ന ഇരട്ട ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാർ കൂട്ട ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇന്ന് BLOമാരോട് ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആകെ പ്രതിഷേധിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ഇപ്പോ കണ്ണൂർ ജില്ലാ കളക്ടർ ഇന്ന് പത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അനീഷ് ജോർജിന് 50 ഫോം മാത്രമേ കൊടുത്തു തീർക്കാനുള്ളൂ എന്നാണ്. മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 94% ഫാമും പൂർത്തിയാക്കിയെന്നുള്ള വാസ്തവ വിരുദ്ധമാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വീടുകളിലേക്ക് പോയി അന്വേഷിക്കണം. ഈ ഫോമുകൾ വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ സാധ്യമാകാതെ വലിയ മാനസികമായ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും BLO ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരും. അവരാരും അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് BLOമാരായതല്ല. ഇലക്ഷൻ കമ്മീഷൻ സ്വമേധയാ അവരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടതാണ്. വീടുകളുമായി ഒരു പരിചയമില്ലാത്ത വനിതകളടക്കമുള്ള ജീവനക്കാർ 1000-ഉം 2000-ഉം ഫോമുകളുമായി വീടുകളിൽ കയറിയിറങ്ങി ആളുകളെ കണ്ടുപിടിച്ച് ഇത് നേരിട്ട് കൊടുത്ത് അവരുടെ സംശയം ഫോം പൂരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഈ SIRുമായി ബന്ധപ്പെട്ടുള്ള സംശയത്തിനെല്ലാം മറുപടി പറഞ്ഞ് ഇത് പൂർത്തിയാക്കണമെങ്കിൽ ആവശ്യമായ സമയം അനുവദിക്കണം. കഴിഞ്ഞ 5-ാം തീയതി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ നിവേദനം കൊടുത്തു. ജോയിന്റ് കൗൺസിൽ അദ്ദേഹം മറുപടി തന്നത് അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടുത്തെ സംവിധാനത്തിന് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിവാശി നിർബന്ധമാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ള മറുപടിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് നിവേദനം കൊടുത്തു. ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ട്. സമയബന്ധിതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കേരള